പ്രസാരിയം വിത്താലേ 2025 ഒക്ടോബർ 12. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ആത്മാർത്ഥമായ ഹൃദയസ്പന്ദനമാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പ്രാർത്ഥനയുടെ ഫലപ്രാപ്തിയിലുള്ള വിശ്വാസവും ധൈര്യവും, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കുണ്ടാകേണ്ട താഴ്മയും, കണ്ണീരൊഴുക്കുന്ന മനസ്സും പാപബോധവും ഒരുമിച്ച് പ്രകടിപ്പിക്കുന്നതാണ് ഈ പ്രാർത്ഥന. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയുടെ ഫലപ്രാപ്തിയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് സുവിശേഷത്തിലെ വചനത്തിൻ്റെ വാഗ്ദാന ശക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ ബെർണാഡ് ഈ സത്യം പറയുന്നത് എല്ലാ മനുഷ്യരും ഈശോ മിശിഹായുടെ നാമത്തിൽ പരിശുദ്ധ മറിയം വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥനയിലൂടെ രക്ഷപ്പെടണമെന്നാണ്. ഇത് അംഗീകരിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ഈ ചിന്താധ്യാനത്തിൽ വിശുദ്ധ ബനവന്തൂരയുടെ വാക്കുകൾ കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത്, പരിശുദ്ധ മറിയം തൻ്റെ പുത്രൻ്റെ അടുത്ത് എന്തെല്ലാം ആഗ്രഹിച്ചുവോ നാഥയുടെ പ്രാർത്ഥന മുഖാന്തരം അവയെല്ലാം നേടിയെടുക്കത്തക്ക രീതിയിൽ മറ്റു വിശുദ്ധരേക്കാൾ ഉപരിയായി നാഥയ്ക്ക് അത്രയധികം ശക്തിവത്താകാനുള്ള സൗഭാഗ്യം ഉണ്ടായിരുന്നു എന്നാണ്. ഈ നാഥയോടാണ് നാം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നത്. വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നത് പോലെ പരിശുദ്ധ കന്യകയ്ക്ക് സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ കഴിയും. കാരണം പരിശുദ്ധ മറിയമെന്ന അമ്മയോടാണ് നാം അപേക്ഷിക്കുന്നത്. ഒരമ്മയ്ക്ക് സ്വന്തം പുത്രൻ്റെ അല്ലെങ്കിൽ പുത്രിയുടെ യാചന തള്ളിക്കളയാനാകുമോ? ഈ സത്യം അംഗീകരിച്ച് നമുക്ക് അമ്മയോട് അപേക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അപേക്ഷിക്കുന്നവർ ഉപേക്ഷിക്കാത്ത മാതാവാണെന്ന് അംഗീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ യാചനകൾ സ്വീകരിക്കണമേ. ആവേ മരിയ.